ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം കോച്ച് ഗാരത്ത് സൗത്ത്ഗേറ്റ് പരിശീലക സ്ഥാനമൊഴിഞ്ഞു. യൂറോ കപ്പ് ഫൈനലിൽ സ്പെയിനോടേറ്റ തോൽവിക്ക് പിന്നാലെയാണ് ദേശീയ പരിശീലക സ്ഥാനത്ത് നിന്ന് സൗത്ത്ഗേറ്റ് പടിയിറങ്ങിയത്. 2020 യൂറോ കപ്പിലും സൗത്ത്ഗേറ്റിന്റെ ശിക്ഷണത്തിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തിയിരുന്നു. അന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലിയോട് അടിയറവ് പറയുകയായിരുന്നു. 8 വർഷത്തിനിടെ 102 മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിനെ പരിശീലിപ്പിച്ച ശേഷമാണ് 53-കാരൻ രാജിവെച്ചത്. ഈ വർഷാവസാനം കരാർ അവസാനിക്കാനിരിക്കെയാണ് സൗത്ത്ഗേറ്റിന്റെ സ്ഥാനമൊഴിയൽ. അഭിമാനിയായ ഒരു ഇംഗ്ലീഷുകാരനാണ് ഞാൻ. ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കാനും ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാനും അവസരം ലഭിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായി കാണുന്നു. എന്നെ സംബന്ധിച്ച് എല്ലാമായിരുന്നു ഇത്. സർവ്വവും ഞാൻ അതിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മാറ്റത്തിനുള്ള സമയമായി എന്ന് കരുതുന്നു. പുതിയ അധ്യായം തുടങ്ങേണ്ടതുണ്ടെന്നും സ്ഥാനമൊഴിയുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ സൗത്ത്ഗേറ്റ് പറഞ്ഞു. 1966 ലോകകപ്പ് നേടിയ ടീമിനെ പരിശീലിപ്പിച്ച സർ ആൽഫ് റാംസിക്ക് പുറമെ ഇംഗ്ലണ്ടിന്റെ പ്രധാന ടൂർണമെന്റിന്റെ ഫൈനലിൽ എത്തിച്ച ഏക കോച്ചാണ് സൗത്ത്ഗേറ്റ്. 2 തവണ വീതം ലോകകപ്പിലും യൂറോ കപ്പിലും അദ്ദേഹം ഇംഗ്ലണ്ടിനെ പരിശീലിപ്പിച്ചു. 2018 ലോകകപ്പിൽ ടീം സെമി ഫൈനലിലെത്തിയപ്പോൾ 2022 ക്വാർട്ടർ ഫൈനലിലായിരുന്നു മടക്കം. ഇത്തവണ യൂറോ കപ്പിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് നിരാശാജനകമായ കളി കാഴ്ചവെച്ചപ്പോൾ സൗത്ത്ഗേറ്റിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. സ്ലോവേനിയക്കെതിരായ ഗോൾ രഹിത സമനിലയ്ക്ക് ശേഷം കാണികളിൽ ചിലർ അദ്ദേഹത്തിന് നേരെ പ്ലാസ്റ്റിക് കുപ്പികൾ എറിയുകയും ചെയ്തിരുന്നു. എന്നാൽ ടീം ഫൈനലിലെത്തിയതോടെ കോച്ചിനെതിരായ വിമർശനങ്ങളില്ലാതായി. അടുത്ത ലോകകപ്പ് വരെ സൗത്ത്ഗേറ്റ് തുടർന്നേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സ്ഥാനമൊഴിഞ്ഞത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.